ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഉണ്ണിയൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ണി ചെറിയൊരു വാശിയൊക്കെ ഉണ്ട്. എന്താ ഓക്കെ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ വോയിസ് ഓവർ മാറ്റിയിട്ട് ഓൺ വോയിസ് വരുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ ആയിട്ടോ എന്താ പറയുക ഓൺ വോയിസ് ചെയ്തിട്ട് ഫുൾ മറ്റേ വോയിസ് ഓവറാണ് കൊടുത്തിരുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ്, എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സ് ഒക്കെ ആയി തോന്നുന്നു ഞാൻ ഇങ്ങനൊരു ഓൺ വോയിസ് ചെയ്തിട്ട്. കുറേ പേര് കമൻറ്റിലൂടെ പറയുന്നുണ്ട് ഡെലിവറി സ്റ്റോറി ചെയ്യണം, എല്ലാം ഞാൻ ചെയ്യാം, ഞാൻ ഓക്കെ ആയിട്ട് വരണേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് വെട്ടണ ദിവസമാണ് കേട്ടോ. ഇന്ന് 4-ാം തീയതിയാണ് സ്റ്റിച്ച് വെട്ടാൻ വരാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ അന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ ഇൻട്രോ ആദ്യം പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞാലല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നേരത്തെ എണീറ്റു, ഒരു 6:30 ഒക്കെ ആകുമ്പോഴേക്ക് എണീറ്റു. പിന്നെ ഇപ്പോഴത്തെ എണീക്കലും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യം, നമ്മൾ 2 മണിക്കൂർ കൂടുമ്പോൾ എണീക്കും, ഫീഡ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉറക്കമൊക്കെ ഈ പറഞ്ഞ മാതിരി തന്നെ എൻ്റെയും അതുപോലെ തന്നെ അമ്മയുടെയും ഉറക്കമൊക്കെ ഈ പറഞ്ഞ മാതിരി. ഞാൻ എണീക്കുമ്പോൾ അമ്മ എണീക്കും. എനിക്കിപ്പോൾ സ്റ്റിച്ച് ഉള്ള കാരണം ഫീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടിക്ക് ഫീഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് തട്ടണമല്ലോ. അപ്പോൾ അത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ ഉറക്കും ഈ പറഞ്ഞ മാതിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഹോസ്പിറ്റൽ വ്ളോഗ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. നേരത്തെ എണീറ്റ് നേരത്തെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ 2 പിള്ളേരാണ്, ഒന്നല്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ പിള്ളേരെ റെഡിയാക്കി, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റെഡി ആവണത് കേട്ടോ. പണ്ടത്തെ പോലെ മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ഇനി പറ്റുമോ എന്നുള്ളത് ഭയങ്കര സംശയമാണ്. തമ്പുരാനറിയാം കണ്ട്. പിന്നെ എനിക്കൊരു ആൺകുട്ടി ആയതുകൊണ്ട് വേണമെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു 8 മണിയാകുമ്പോഴാണ് വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 8:15 തൊട്ട് 9:15 വരെ നമ്മുടെ ഉണ്ണിയുടെ ഡോക്ടർ ഇരിക്കുള്ളൂ കേട്ടോ. പിന്നെ ഉണ്ണീനെയും കാണിക്കണം, അതേപോലെ തന്നെ എന്നെയും കാണിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 8 മണിയാകുമ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു 8:30 8:45 കൂടിയിട്ട് എത്തുള്ളൂ. കാരണം ഇപ്പോഴത്തെ ട്രാവലിങ് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഓടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കുറേ നേരം ഇങ്ങനെ ചാരി ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആദ്യം ചേച്ചി ബാക്ക് സീറ്റിലിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ബാക്ക് സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫൈനും കാര്യങ്ങളും വരും. അതുകൊണ്ട് ചേച്ചി ഫ്രണ്ടിലിരുന്നോ, ഞാൻ ബാക്കിലിരിക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണി നല്ല ഉറക്കമാണ്. മ്യൂസ് എണീറ്റിട്ടുണ്ട്. മ്യൂസ് ഉറക്കത്തിൽ തന്നെയാണ്, ആൾക്ക് ഉറക്കം വരുന്നുണ്ട്, എന്നാലും ആൾ കളിച്ച് ചിരിച്ചാണ് ഇരിക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ 8 മണിയാകുമ്പോഴേക്കും വണ്ടി വന്നു. നമ്മൾ നേരെ ഇനി പോണത് അമല ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. നമ്മൾ എരനല്ലൂർ കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ. കേച്ചേരി റോഡ് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും മഴുവഞ്ചേരി റോഡ് ഭയങ്കര ഫുൾ കുണ്ടും കുഴിയും കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ എരനല്ലൂർ കുരിശുപള്ളി വഴിയാണ് കേട്ടോ നമ്മൾ പോണത്. പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചാരി ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ചാരി ഇരിക്കുമ്പോൾ എനിക്ക് വേദന കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖം കിട്ടി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചാരി ഇരുന്ന് പോയ സമയത്ത് എനിക്ക് നല്ല പെയിനായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും എനിക്ക് നല്ല പെയിനായിരുന്നു. അതുകൊണ്ട് ആണ് കേട്ടോ ഞാൻ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഹോസ്പിറ്റലിൽ നമ്മളൊരു 8:30 8:45 കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. ഇനി നമ്മൾ നേരെ പോണത് ENT ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉണ്ണീനെ ENT ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യണേക്കാളും മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒന്നും കൂടി റിപ്പീറ്റഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നവംബർ 4-ാം തീയതിയാണ് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോണ ദിവസം. നവംബർ 3-ാം തീയതി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേദിവസം തന്നെ വിളിച്ച് ചോദിച്ചിട്ട് വേണം, ഡോക്ടർ ഇരിക്കുന്നുണ്ടോ എന്നറിഞ്ഞിട്ട് വേണം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ 3-ാം തീയതി തൊട്ടേ വിളിച്ചിട്ടുണ്ടായിരുന്നു. 3-ാം തീയതി സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു. പിറ്റേ ദിവസം 4-ാം തീയതി നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ. ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ ആ ഒരു നമ്പറിലേക്ക് കുറേ പ്രാവശ്യം വിളിച്ചു. പക്ഷെ ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 8:30 വരെ വന്നിട്ടും ഹോസ്പിറ്റലിൽ എത്തിയിട്ടും നമ്മൾ വിളിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ പോണത് സെൻറ്റ് മേരീസ് ബ്ലോക്കിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾക്ക് ഡോക്ടറെ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് നമ്മൾ കൗണ്ടറിൽ പോയിട്ട്
ENT ഡോക്ടർ ഇരിക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ടല്ലേ കാര്യമുള്ളൂ എന്ന് വെച്ചു. അപ്പോൾ അവർ കൗണ്ടറിലത്തെ ചേച്ചി പറഞ്ഞു ഡോക്ടർ ENT ഡോക്ടർ ഇരിക്കുന്നുണ്ട്, കൊണ്ട് നേരെ ആവശ്യമൊന്നുമില്ല, നേരെ തേർഡ് ഫ്ലോറിലാണ് മറ്റേ കേട്ടോ ഈ ഒരു കാർഡും കൊണ്ട് ഡോക്ടർ പോയാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ അവിടെ കേട്ടോ. പോയപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് കാർഡും ഡോക്ടർ കൊണ്ട് ലീവാണ് പോയി. ഇരിക്കുന്നില്ല എന്ന് അമ്മയാണ് പോയത് പറഞ്ഞത് കേട്ടോ. കേട്ടോ. എന്നുവെച്ചാൽ തേർഡ് ഫ്ലോറിലാണ് ENT ഡോക്ടർ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ എന്താ പറയുക സ്റ്റെപ്പ് കയറാൻ വെച്ചാൽ ഉണ്ണിനെ ലിഫ്റ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. പിന്നെ ചേച്ചിക്കാണെന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പോവും വേണം. അതുകൊണ്ട് ഞാൻ അവിടെ താഴെ വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അമ്മ പോയി ആ തേർഡ് ഫ്ലോർ വരെ സ്റ്റെപ്പ് കയറി, കുട്ടീനെയും കൊണ്ട് സ്റ്റെപ്പ് കയറി. എന്നിട്ടാണ് അവർ പറയണത് ENT ഡോക്ടർ ഇന്ന് ഇരിക്കുന്നില്ല എന്ന് പറയണത് കേട്ടോ. അപ്പം തന്നെ ആകെ ഒരു ഇതായി. അപ്പോൾ അവർ ഏത് നമ്പറിലേക്കാണ് വിളിച്ചതെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്കറിയുന്നുണ്ടായിരുന്നില്ല സൺഡേ എന്താ പറയുക വിളിച്ചെടുക്കില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ വേറൊരു നമ്പർ തന്നു. ആ നമ്പർ തന്നിട്ട് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, ഇത് 24 മണിക്കൂർ മീൻസ് സൺഡേയ്സും ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ പറഞ്ഞു ആ നമ്പർ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണീനെ 90 ദിവസത്തിനുള്ളിൽ ENT ഡോക്ടറെ കാണിച്ചാൽ മതി, ധൃതി പിടിച്ച് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി പോണത് എന്നെ കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് വെട്ടണ ദിവസമാണ് ഇന്ന്. അപ്പോൾ സ്റ്റിച്ച് വെട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ മുന്നേ തന്നെ എന്താ പറയുക ഡിസ്ചാർജ് ചെയ്യണതിൻ്റെ ദിവസം തന്നെ നമ്മൾ ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു 4-ാം തീയതിക്ക്. അപ്പോൾ ഉണ്ണീനെ കാണിക്കുന്ന ദിവസം തന്നെ എന്നെ കാണിക്കാൻ വന്നാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ എന്താ പറയുക ടോക്കൺ കൊടുത്തു. അപ്പോൾ ഒരു സമ്മറി ചോദിച്ചു, സമ്മറി അപ്പോൾ അവരിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിനി ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോഴേക്കും ചേച്ചി സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി മ്യൂസിനെയും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അവളെ തന്നെ നോക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം എന്താ പറയുക ഭയങ്കര കുറുമ്പാണ് നമ്മുടെ മ്യൂസിന്, നല്ല കുറുമ്പെന്ന് പറഞ്ഞാൽ നല്ല കുറുമ്പാണ്. മാം കുടിക്കട്ടെ ഇത് മൊത്തം. ഷോ എന്തൊരു സാധനം ആ മാമിക്ക് തന്നെ മാമിക്ക് താടി അതാ കുടിക്കേ മേളിക്ക് വിളിക്ക് അടിക്ക് വിളിക്കണം മേളിക്ക് എന്ത് ആർക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും എന്നെ വിളിച്ചു. അങ്ങനെ സ്റ്റിച്ചൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ സ്റ്റിച്ച് വെട്ടിയപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് വേദന ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും പറഞ്ഞു എൻ്റെ അടുത്ത് എടി വേദന ഒന്നും ഉണ്ടാവില്ല, നീ ടെൻഷൻ അടിക്കണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറേ പറഞ്ഞെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് വെട്ടിയിട്ട് ഇനി നമ്മൾ നേരെ പോണത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണോ. കാലത്ത് വെറുതെ ഒരു ചായ മാത്രം കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നേരെ ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം, എന്തായാലും മതി, ചായ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് നെയ് റോസ്റ്റാണ് കേട്ടോ. നമ്മളൊരു 3 നെയ് റോസ്റ്റ് പറഞ്ഞു. പിന്നെ ഉണ്ണിക്ക് നമ്മൾ മറ്റേ ഇത് പറഞ്ഞു കേട്ടോ, ഉഴുന്നുവട പറഞ്ഞു. പക്ഷെ നമ്മുടെ മിയൂസ് അത് കഴിക്കണേക്ക് മുന്നേ തന്നെ ഉറങ്ങി കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ കിടാവ് എന്നുവെച്ചാൽ എൻ്റെ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കണതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ എണീറ്റ് നേരെ പോയി ഫീഡിങ് റൂമിൻ്റെ അവിടേക്ക് പോയി ഉണ്ണീനെ ഫീഡ് ചെയ്തു. ഇതിൻ്റെ മുന്നേ ഈ ഫീഡ് ചെയ്യണേക്കാളും മുന്നേ തന്നെ ഒരു വട്ടം കൂടി അവൻ കരഞ്ഞ് ഭയങ്കര ബഹളം വെച്ചിട്ട് ഒന്നും കൂടി ഫീഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡോക്ടറെ കാണിക്കണേക്കാളും മുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെയും സാധാരണ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എണീക്കാറ്. ഇനി ഇത് ചൂടുകൊണ്ടാണോ എന്നറിയില്ല, അവൻ ഭയങ്കര വാശി പിടിച്ചിട്ട് നമ്മൾ ഫീഡ് ചെയ്യാൻ പിന്നെയും പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് വന്ന ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നമുക്ക് വേറെ വാടകയുണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ വണ്ടി ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു എന്താ പറയുക ചേട്ടനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ അപ്പോഴേക്കും നമ്മുടെ മ്യൂസ് പിന്നെയും ഉറങ്ങി കേട്ടോ. മ്യൂസ് സാധാരണ ഈ ഒരു ടൈമിൽ ഉറങ്ങാറ് പോലും ഇല്ല. എന്താ യാത്ര ചെയ്തതിൻ്റെ ആണോ കാലത്ത് നേരത്തെ എണീറ്റതിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല, ഭയങ്കര ഉറക്കമായിരുന്നു. അത് കഴിഞ്ഞ് കാറിൽ കയറി കുറച്ച് കഴിയുമ്പോഴേക്കും ആൾ എണീറ്റു കേട്ടോ. അപ്പോഴേക്കും ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്തെങ്കിലും അവൾക്ക് മേടിച്ചോളോ, എന്തെങ്കിലും അപ്പോൾ അവൾ ഒതുങ്ങിയിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് എന്തെങ്കിലും മേടിച്ചോളോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അന്ന് മാമയ്ക്ക് ഇത് തരുമോ മാമയ്ക്ക്? ഉള്ള വിചാരത് കളിക്കാനുള്ളതാന്ന് വിചാരിക്കണേ. ആ ഡാൻസ് കളിച്ച് വീഴണ്ടോ? മീസ് മാമയ്ക്ക് തരും. അത് മാമയ്ക്ക് തരുമോ? അപ്പൊ അത് കൊണ്ടുപോയി. ഇത് മാമയ്ക്ക് തരുമോ? അതെന്താ മാമയ്ക്ക് തരാത്ത? ഞാനാ നിന്റെ നായ വേണ്ടാട്ടാ. മിഠായി കഴിക്കല്, മിഠായി ഉണ്ട് ഇതില്. അല്ല ബോള് അത് മിഠായി തന്നെയായ. അതെങ്ങനെയാന്ന് എനിക്ക് സെറ്റിങ്സ് അറിയില്ല. അമ്മയുടെ ആങ്ങളാ. അച്ഛനറിയോ? അബിൻസൺ. എൻ്റെ പൊന്നു. അറിയോ ഇത് ചാപ്പോയ നോക്ക് അടക്കിടിയോടെ. അതുപോലെ തന്നെ ഇനി ഫിക്സ് ചെയ്തോളട്ടെ. ആ ബോളാക്കണേ, ഇല്ലെങ്കിൽ തന്നെ ഞാൻ മീസിലിത് വേണം, മിഠായി വേണം. അതൊരു ജംസാ അല്ലല്ല, ജീരക മിഠായി അല്ല. കുഞ്ഞു ജംസ് മതിയില്ലേ? മതിയായിട്ടില്ല. മതി. ഇങ്ങനത്തെ വണ്ടിയില്ല. അല്ല ഒരു കണക്കിനാണ്. ഞാൻ 5 മാസം പോയിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ കെയർ ഓഫിൽ പോയതാണ്, ഹൈവേയില്. അങ്ങനെ നമ്മളിത് വീട്ടിലെത്തി കേട്ടോ. ഡോക്ടർ പറഞ്ഞു ഇനി 6 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓപ്പറേഷൻ ആയ കാരണം നമ്മൾ തൈലിട്ടിട്ട് കുളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റിച്ച് വെട്ടണ വരെ ഇനിയിപ്പോൾ എണ്ണ തേച്ചിട്ട് കുളിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തലയിലായാലും എണ്ണ തേച്ചിട്ട് കുളിക്കാം. പറഞ്ഞത് 6 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സാധാരണ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പൊ റീസെന്റ് നിങ്ങൾ ഭാരമുള്ളതൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ഗുളിക, കാൽസ്യത്തിന്റെയും അയണിന്റെയും കഴിക്കുന്ന ഗുളിക നമ്മൾ കഴിക്കുക. അത് കുട്ടിക്ക് ഫീഡ് ചെയ്യണ വരെ നമ്മൾ ഫീഡിങ് എന്ന് നിർത്തുന്നു അന്ന് നമുക്ക് നിർത്തിയാൽ മതി. അതുവരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചോദിച്ചു, നമ്മൾക്ക് വയറ് കുറയാൻ വേണ്ടിയിട്ട് വയറ് കിട്ടണോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. കെട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഉപകാരം ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. നമുക്കൊരു ലോഷൻ തന്നിട്ടുണ്ട്, സ്റ്റിച്ചുള്ള സ്ഥലത്ത് ലോഷൻ തേച്ചിട്ട് കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിയണ വരെ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നോർമലി നമ്മൾ ഏത് സോപ്പാണ് യൂസ് ചെയ്യുന്നത് ആ സോപ്പ് എടുത്തിട്ട് സാധാരണ നമ്മൾ കുളിക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മരുന്നുകളൊക്കെ ചെയ്യൂലോ, അല്ലെ? ഒന്നും കഴിക്കണ്ട. നമുക്ക് സാധാരണ കാൽസ്യത്തിൻ്റെ അയണിൻ്റെ ഗുളിക മാത്രം കഴിച്ചാൽ മതി. അല്ലാതെ അത്രേനെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അപ്പൊ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ഇന്ന് പോകുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം സ്റ്റിച്ചിന്റെ അവിടെ ഓൾറെഡി എനിക്ക് നല്ല പെയിൻ ഉണ്ട്. ഇപ്പൊ ഉണ്ണിക്ക് ഫീഡ് ചെയ്യണ സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് കുറെ നേരം ഇങ്ങനെ മലർന്ന് കെടുക്കുമ്പോൾ എനിക്ക് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റിച്ച് വെട്ടുമ്പോഴത്തെ പെയിൻ എങ്ങനെയായിരിക്കും? അപ്പൊ അമ്മ പറഞ്ഞു പ്രത്യേകിച്ച് ഒരു പെയിനും ഇല്ലടി, സ്റ്റിച്ച് ഒന്ന് വലിച്ചു അത്രേ ഉള്ളൂ, അതിനൊരു പെയിനും വരില്ല. പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം കയറി ചെന്നു. അപ്പൊ എൻ്റെ ഫേസ് കണ്ടപ്പോൾ തന്നെ സിസ്റ്റേഴ്സിന് മനസ്സിലായി ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. സിസ്റ്റേഴ്സിന് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കയറി കിടക്കാൻ പറഞ്ഞു കേട്ടോ. കയറി കിടക്കാൻ പറഞ്ഞ സമയത്ത് സിസ്റ്റർ പറഞ്ഞു പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം എനിക്ക് ഞങ്ങൾ 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയ കാരണം എനിക്ക് 9 മണി 9:30 ആയപ്പോഴാണ് വിളിച്ചത്. 9 മണി 9:30. അതിൻ്റെ ഇടയിൽ ഉണ്ണി കരഞ്ഞു, ഭയങ്കര ബഹളാക്കി. നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് പോയി. അപ്പൊ അതിനും കുറയാനായിരുന്നു. അപ്പൊ 8 മണി തൊട്ട് ഞാൻ 6:30 എണീറ്റുണ്ട്. 6:30 തൊട്ടേ ഞാൻ കിടന്നിട്ടില്ല. അത്ര നേരം തൊട്ട് 10 മണി. ഇപ്പൊ സമയം എത്രയാണെന്ന് അറിയില്ല. അത്ര മണി വരെ നമ്മള് ഇരിപ്പ് തന്നെയാണ്, നമ്മൾ ഇതുവരെയും കിടന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ എനിക്ക് അപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സിസ്റ്ററിനോട് ചോദിച്ചു പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ ചെറുതായിട്ടുണ്ട് എന്ന് പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് വേറെ സിസ്റ്റർ വന്നിട്ടാണ് സ്റ്റിച്ച് വെട്ടണത്. ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ച് വെട്ടണം, നീ ടെൻഷൻ അടിക്കുന്ന സമയത്ത്, നീ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ. അപ്പം സിസ്റ്റർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ടെൻഷൻ അടിക്കുന്ന സമയം കൊണ്ട് നമ്മൾ സ്റ്റിച്ച് വെട്ടി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, നീ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോഴേക്കും ഒരു സെക്കൻഡോട് കൂടിയിട്ട് സ്റ്റിച്ച് വെട്ടി ഇതാക്കിയിടും. അപ്പം ഞാൻ ഇത്രേ ഉള്ളൂ. അപ്പോൾ സിസ്റ്റർ പറയാം ഇത്രേ ഉള്ളൂ തോന്നുന്നു. അങ്ങനെ വന്നു, ഡോക്ടർ കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. വേറെ എവിടേക്കും പോകാനൊന്നുമില്ല. നമുക്ക് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡ്രൈവർക്ക് പോവാൻ വേറൊരു സ്ഥലത്തേക്ക് വേറൊരു ആൾക്കാരനെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ ഒരു ട്രാവലിംഗ് നമ്മൾ ക്യാൻസലാക്കി. നമ്മൾ നേരെ തന്നെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും. എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ റെസ്റ്റിൽ തന്നെയാണ്. ഉണ്ണി ഉറങ്ങണ സമയത്ത് ഞാൻ ഉറങ്ങും. കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ അതുപോലെ തന്നെ യൂട്യൂബിലായിക്കോട്ടെ എൻ്റെ അടുത്ത് കുറേ പേര് കമൻറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻബോക്സിലും നമുക്ക് മെസ്സേജ് പറയുന്നുണ്ട്, അഖില നീ റെസ്റ്റ് എടുക്കൂ എന്ന് പറയുന്നുണ്ട്. ഓൾറെഡി ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണി ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഉറങ്ങുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഒരു ഞാൻ ലോങ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഹോസ്പിറ്റലുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ലോങ് വീഡിയോ. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലിട്ട വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് സെക്കൻഡ് മാത്രമേ ഉള്ളൂ, അല്ലാതെ കുറേ നേരം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത്രയും നേരം ഞാൻ ഫോണിലാണ്, അതുകൊണ്ടാവട്ടെ നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്. ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പം കമൻറ്റിന് ഞാൻ റിപ്ലൈ തന്നോളൂ കേട്ടോ. പിന്നെ കുറേ പേര് പറഞ്ഞത് ഡെലിവറി സ്റ്റോറിയാണ്. എന്തായാലും ഡെലിവറി സ്റ്റോറി നമ്മൾ പറയുന്നതായിരിക്കും. ഒരു കമൻറ്റ് കണ്ടു, ഇങ്ങനെയാണോ വീഡിയോ ചെയ്യേണ്ടേ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ പേര് ക്ലാരിറ്റിയുടെ കാര്യം പറഞ്ഞു കേട്ടോ. എനിക്കിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോൺ ഇപ്പോൾ Y22 ആണ്, Y22 ആണ്. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ ക്ലാരിറ്റി എനിക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ക്ലാരിറ്റിയും കാര്യം നമ്മുടെ ലൈഫും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം കുറേ നാൾക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും വീഡിയോയും കാര്യങ്ങളൊക്കെ ആയാൽ ഞാൻ ഇടുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് അതിനായിട്ട് ഇപ്പോൾ ഇരിക്കാൻ പറ്റില്ല. ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ. ഇനിയിപ്പോൾ മിക്കതും ഒരു 28ൻ്റെ വീഡിയോ ആയിട്ടാവും ഞാൻ മേ ബി വരാം, അറിയില്ല. അതിന് മുന്നേ എങ്ങാനും വേറെ വീഡിയോ ആയിട്ട് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വരും, പറയാൻ പറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ബൈ.